സദ്യയിലേക്കുള്ള അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഏത്തക്കായ, ചേന, ബീൻസ്, അച്ചിങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങക്കായ, ക്യാരറ്റ് ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. 4 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടിയതും കൂടെ വേണം. നമുക്ക് ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയിലും കിടന്ന് ആവിയിലാണ് ശരിക്കും ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചക്കറിയിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് തരിതരിപ്പായിട്ട് ചതച്ചെടുക്കാം. ഒരു 1/4 വേവായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 പൂള് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങയ്ക്ക് പകരം തൈരോ വാളൻപുളി പിഴിഞ്ഞതോ ചേർക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. തേങ്ങയുടെ പച്ച ചുവ മാറാനാണ്. അപ്പോൾ ഒന്ന് മൂടിയൊക്കെ തുറന്ന് ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.